പ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ണൂരിൽ നിന്ന്. കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ സുഹൃത്ത് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ യുവതി മരിച്ചു എന്നതാണ് വാർത്ത. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് പ്രവീണ മരിച്ചത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു യുവതി താമസിക്കുന്ന വീട്ടിലേക്കെത്തി പെരുവളത്തുപറമ്പ് കൂട്ടാവ് സ്വദേശി ജിജേഷ് തീ കൊളുത്തിയത്. ആക്രമണത്തിനിടെ ജിജേഷിനും സാരമായി പൊള്ളലേറ്റിരുന്നു. അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാൺ, ഗുഡ് മോർണിംഗ് അർജുൻ. കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. പച്ചയ്ക്ക് കൊളുത്തുക എന്നൊക്കെ പറയും. അതും ഇവർ പ്രണയത്തിലായിരുന്നു, അതല്ല ഈ യുവതിയെ നിരന്തരം ഇയാൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുമൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ സംഭവം അർജുൻ കല്യാൺ? ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഒരു ദിവസം എത്ര തന്നെ സന്തോഷത്തോടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പോസിറ്റീവായി തുടങ്ങണമെന്ന് നമ്മൾ കരുതിയാലും അതൊന്നും സാധ്യമാകാത്ത രീതിയിലാണ് ഓരോ സംഭവങ്ങൾ നമ്മൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉണ്ടായ സംഭവം അതീവ ദുഃഖകരമാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിലുള്ള പ്രവീണയുടെ വീട്ടിലേക്ക് ഈ ജിജേഷ് എത്തുന്നത്. പ്രവീണയും ജിജേഷും ഒരേ നാട്ടുകാരാണ്, പെരുവളത്തുപറമ്പ് കുട്ടാവ് സ്വദേശികളാണ്. പക്ഷേ പ്രവീണയുടെ വിവാഹത്തിന് ശേഷം ഉരുവച്ചാലിലേക്ക്, അതായത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് താമസിക്കുകയായിരുന്നു. ഇവർ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഒരു പ്രണയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബന്ധമോ ഇവർ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ ഈ സൗഹൃദത്തിനിടയിൽ വലിയ രീതിയിൽ അത് കുറച്ചു കാലം മുന്നോട്ടേക്ക് പോയി. പക്ഷേ പിന്നീട് അതൊരു ഭീഷണിയിലേക്കും ഒരു അതിഭയങ്കരമായ രീതിയിലേക്കുള്ള ഒരു ആക്രമണത്തിലേക്കും, അതായത് ചില വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലൊക്കെ ഇവർ തമ്മിലുണ്ടായിരുന്നു. അതോടുകൂടി തന്നെ പ്രവീണ ഈ ബന്ധം നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷെ പിന്നീട് ഈ ജിജേഷ് തുടർച്ചയായ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും അത്തരത്തിൽ ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിലുൾപ്പെടെ ഇനി അന്വേഷണം നടക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു വൈരാഗ്യത്തിലാണ് ഈ ജിജേഷ് പ്രവീണയ്ക്ക് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. ഉണ്ടായ സംഭവം, അതായത് ആ വീട്ടിൽ ഇന്നലെ ഈ ഒരു 2 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് പ്രവീണയും പ്രവീണയുടെ ഭർത്താവിൻ്റെ പിതാവും അതുപോലെ തന്നെ അവരുടെ സഹോദരിയുടെ മകളും മാത്രമാണ്. അവരുടെ മുന്നിൽ വെച്ചാണ് ഈ ഒരു ആക്രമണം നടത്തിയതെന്നുള്ളതും അതീവ ദുഃഖകരമാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. എന്തായാലും ഇതിനകത്ത് വിശദമായ രീതിയിലൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്താണ് മോട്ടീവ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇങ്ങനെ ഇവിടത്തേക്ക് എത്തിയത് ആസൂത്രിതമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പോലീസ് ഉൾപ്പെടെ പറയുന്നത് മണ്ണെണ്ണ കയ്യിൽ കരുതി തന്നെയാണ് ഈ ജിജേഷ് ആ വീട്ടിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ അവിടെ മുൻവശത്തുണ്ടായിരുന്ന ഇവരുടെ പിതാവിനോട്, അതായത് ഈ പ്രവീണയുടെ ഭർത്താവിൻ്റെ പിതാവിനോട് കുറച്ച് വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആ കാര്യം ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്ന ജിജേഷ് വീട്ടിനകത്തേക്ക് വളരെ വേഗത്തിൽ അതിക്രമിച്ച് കടക്കുകയാണ് ഉണ്ടായത്. പക്ഷേ വീടിൻ്റെ അടുക്കളയോട് ചേർന്നിട്ടുള്ള ഒരു വർക്ക് ഏരിയയിൽ ആ സമയത്തുണ്ടായിരുന്ന പ്രവീണയ്ക്ക് നേരെ വളരെ പെട്ടെന്ന് തന്നെ ഈ മണ്ണെണ്ണ ഒഴിക്കുകയും അതിനുശേഷം തീ വെക്കുകയാണ് ചെയ്തത്. പ്രവീണയ്ക്ക് അതിനുശേഷം അവിടെ നിന്ന് പുറത്തേക്ക് ഓടാനുള്ളൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്താണ് പ്രവീണയെ ഈ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് നാട്ടുകാരൊക്കെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും സങ്കടകരമായ കാര്യമാണ്, അതീവ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് കണ്ണൂരിൽ സംഭവിച്ചിരിക്കുന്ന. ആ പ്രവീണ മരണപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഇന്ന് 11 മണിയോടുക്ക് ശേഷം അല്ലെങ്കിൽ 11 മണിയോട് കൂടി തന്നെ നടക്കുമെന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഒരു മകനോ അല്ല 2 മക്കളോ? ഇല്ല, ഒരാൾ മാത്രമാണുള്ളത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളാണ് പ്രവീണയ്ക്കുള്ളത്. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ അത്രത്തോളം ഭയങ്കരമായിരിക്കും. പ്രവീണയുടെ ഭർത്താവ് നാട്ടിലില്ലാത്താണ്, വിദേശത്താണുള്ളത്. അവരുൾപ്പെടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, അത്യന്തം വേദനിപ്പിക്കുന്നതാണ്. ഒരു പ്രേക്ഷകൻ പറയുന്നു, ഗുഡ് മോർണിംഗ്. PV സുബ്രഹ്മണ്യൻ പറയാണ്, ദിവസവും രാവിലെ കൊലപാതക കേസുകളും രാഷ്ട്രീയ നേതാക്കളുടെ വൃത്തികെട്ട സ്വഭാവങ്ങളും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ കോഫിക്ക് ഇച്ചിരി സ്വാദ് കുറയുന്നുണ്ടോ എന്നുള്ളതാണ്. നല്ല വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് കരുതിയാണ് നമ്മൾ വന്നത്. തിരഞ്ഞു നോക്കുമ്പോൾ ഒരിടത്ത് ഒരു സ്ത്രീയെ പച്ചയ്ക്ക് തീ കൊളുത്തിയിരിക്കുന്ന വാർത്ത, മറ്റൊരിടത്ത് വരുന്ന വാർത്ത ഒരു സ്ത്രീയെ ജീവനോടെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ആ സ്ത്രീയെ ഹോട്ടലിലേക്ക് വിളിക്കുകയും ആ സ്ത്രീയെ സ്റ്റാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായ അത്തരം വാർത്തകൾ കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. എന്ത് ചെയ്യാം?